ഹലോ, നമ്മളുടെ കയ്യിലെ കാശിന് നിൻ പോലെ ഏകപത്നിപ്പെട്ട മതിയ, അതുപോലെ ഏകവേശ്യാവുള്ള ഞാൻ. മാലു, മാലു, നീ നമ്മളുടെ ഭാര്യയേക്കാൾ നല്ലതാണ്. ക്യോങ്കി നമ്മളുടെ മാർമേലെ കിടന്നു നീ നമ്മളെ ഓർക്കും. ലേക്കിൻ നമ്മളുടെ ഭാര്യ നമ്മളുടെ മാർമേലെ കിടന്നു വേറെ ആളെ ഓർക്കും. മാലു, ശീലം വല്ല കള്ള ചാരായമാണെങ്കിൽ പിന്നെ സഹിക്കാം. മാത്രമെന്നാണോ? അതെ. ഒരിടത്തി തരാനായി മാത്രമാണ് ഞാനിപ്പോ വന്നതെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. പിന്നെ വന്നത് പൊടിപ്രശ്നത്തിനല്ല, ജീവിത പ്രശ്നത്തിനാണ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കാര്യമായി ആലോചിച്ചു നോക്കി. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം കറപുരണ്ടതാണ്. എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടാ എന്ന് തോന്നി. എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും കൂട്ടായിട്ട്. പക്ഷേ ഒന്നുകൂടി ശരിക്കാലോചിച്ച് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മീൻ കച്ചവടക്കാരുടെ മടിയിലുള്ള രൂപനോട്ട് കണ്ടിട്ടുണ്ടോ? അഴുക്കം പിടിച്ച് അരികെല്ലാം മടങ്ങി മടക്കെല്ലാം കീറി നാറ്റവുമായി. അതുപോലത്തോളാണ് ഞാൻ. നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. നോട്ട് അഴുക്കാണെങ്കിലും അല്പം കീറിയതാണെങ്കിലും അതിന്റെ വില കുറയുന്നില്ല. ആട്ടെ, നിനക്ക് എവിടുന്ന പെട്ടെന്ന് ഈ ഭൂതോദയം ഉണ്ടായത്? ബോധ്യമരത്തിന്റെ അടിയിലിരുന്നപ്പോഴല്ല, മറ്റൊരുത്തന്റെ മാറി ചാരിക്കിടന്നപ്പോഴാണ്.
കൊടി വലിച്ചത് ഞാനല്ലേ? അല്ലേലും ആണുങ്ങൾ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട ഞങ്ങൾ സ്ത്രീകളല്ലേ? ഏയ്, വേലിയേട്ടാ, ഏയ് ഒന്നുമില്ല. എന്റെ ഭർത്താവിന് ജീവൻ രക്ഷിച്ചതിന് വളരെ നന്ദി സാറേ. ഗോപി ഗോപി ഒന്ന് നിന്ന് പറയട്ടെ. എന്താ മണി, ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? മഹാ മോശമാ ഗോപി. ചുമ്മാ ഇരി. ഏത് ബിസിനസ് മോശമാണെങ്കിലും തന്റെ ബിസിനസ് മോശമാവാൻ വഴിയില്ലല്ലോ. എന്നാൽ അങ്ങനെയല്ല ഗോപി, ബിസിനസ് അല്പം മോശമാ. എന്ത് പറ്റി? പുതിയ ചരക്കൊന്നും വന്നില്ലേ? ഉണ്ടായിരുന്ന പഴയ ചരക്കിൽ ഒന്ന് കൈവിട്ട് പോയില്ലേ? ഏത്? നമ്മുടെ മാലതിയിൽ. നമ്മുടെ പഴയ ചരക്ക്? അതെന്നേ, തന്റെ ചേട്ടൻ വേലു അവളെ പെർമനന്റ് കീപ്പാക്കാൻ പോകുന്നു. അവിടെ ഇനി ആരും അടുക്കാൻ പാടില്ല പോലും. അടുക്കാൻ അവൻ സമ്മതിക്കുകയില്ല. ആ കള ഞാൻ പോകുന്നു. എന്താ പറഞ്ഞത്? സുഖമാണ്. ഒന്നുമില്ല, 2 സാരിയും കുറച്ച് ഓറഞ്ച് ഒക്കെയാണ്. നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. എന്താടി എന്നെ പരിചയമില്ലാത്തത് പോലെ? അതോ ഓർമ്മയില്ലെന്ന് അഭിനയിക്കാം? ഇതേ മതിൽക്കെട്ടിനുള്ളിൽ, ഇതേ കട്ടിൽ. പക്ഷേ അന്ന് ഞാൻ ഇവിടെ കൂടെ കൂടെ വരുമായിരുന്നു. അതിനിപ്പോ എന്ത് വേണം? നിന്നെ വേണം. കയ്യട. ഏയ്! എന്റെ വീട്ടിലും കട്ടിലുണ്ട്, എന്റെ വീട്ടിലും മെത്തയുണ്ട്, എന്റെ വീട്ടിൽ ഞാനുമുണ്ട്. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഓഹോ, പുടവ തന്ന് എന്നെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. നാണോ ഇല്ലല്ലോ തനിക്ക്? എടീ! ശീലാവധി ചമയുകയാണോ? എല്ലാ സൗകര്യങ്ങളും തരാം. തനിച്ച് താമസിക്കാൻ ഒരു വീടും തരാം. ഗോപിയുടെ വെപ്പാട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അന്തസ് എന്താണെന്ന് നിനക്കറിയാം. എത്രയോ സ്ത്രീകൾ ഈ സ്ഥാനത്തിന് വേണ്ടി എന്റെ പുറകെ നടക്കുക. എന്തു പറയുന്നു? ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനിപ്പോ പഴയ മാലതിയല്ല. നല്ലൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്ന എന്നെ എന്തിനിങ്ങനെ ശല്യപ്പെടുത്തുന്നു? ഈ കാര്യം വേലുച്ചേട്ടൻ അറിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടില്ല. വേലു, ഞാൻ അറിയാത്തൊരു വേലു പുതിയ ഉദ്യോഗം കൊടുത്തിരിക്കുകയാണ്. ഭർത്താവ് ഉദ്യോഗം. എന്ത് ശമ്പളം കൊടുക്കുന്നുണ്ട്? ഭാഗ്യ